ഞാനും രാധയും പരസ്പരം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും പണക്കമില്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന്. അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് ശ്യാമ അനിയത്തിയല്ല, ഞാൻ ആരാധിക്കുന്ന ഗായികയാണെന്ന്. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആളാണെന്ന്. മോളെ, ഏത് തരത്തിലുള്ള വേദന വരുമ്പോഴും ആശ്വസിപ്പിക്കാനുള്ള വാക്ക് ഒന്ന് തന്നെയാ. ഈ കാലവും കടന്നു പോകുന്ന എഴുതിയവര് ഒന്നും കാണാതെ അല്ലല്ലോ. സങ്കടങ്ങൾ കുറയ്ക്കാൻ കാലത്തോളം മിടുക്ക് വേറെ എന്തിനാ ഉള്ളത്? വലിയമ്മ മരിക്കുന്നതിന് മുൻപ് ഉറപ്പിച്ചു പറഞ്ഞ പേര് ബെഞ്ചമിൻ. എന്നിട്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ആരും ഉണ്ടായില്ല. നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് പോണം. ബെഞ്ചമിനെതിരെ നടപടിയെടുപ്പിച്ചേ പറ്റൂ. വലിയമ്മയുടെ മരണത്തിനും അമ്മ ഇപ്പോഴും കാണാത്തതിന് മറുപടി പറയാം. ഒരേ ഒരാൾക്ക് പറ്റൂ, ബെഞ്ചമിന്. ബെഞ്ചമിനെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്ത സാരയ്ക്കും ചന്ദ്രശേഖരനും. ഇതും കൂടി കഴിഞ്ഞാൽ ആരാധകരാരും കണ്ടാ തിരിച്ചറിയില്ല ശ്യാമ മാഡത്തിന്. സന്ധ്യ ആവുമ്പോഴേക്കും അങ്ങോട്ട് എത്തും. ബാക്കിയെല്ലാം വന്നിട്ട് ശരി. നീ എത്ര കിലോമീറ്റർ ഉണ്ടോ? ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും. എടാ, ഗിയർ മാറി വേഗം ഒന്ന് പോടാ. ഇത്രയും ആഴത്തിലുള്ള മുറിവേറ്റിട്ടും അവിടുന്ന് അവൾ ആറ്റുവാശ്ശേരി വരെ എത്തി.
ചാകുന്നതിന് മുമ്പ്. ഇവറ്റകളുടെയൊക്കെ പരസ്പര സ്നേഹം കാണുമ്പോഴാ മനുഷ്യന്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്നത്. എന്തായാലും അവൾക്കിത് വീരമരണമല്ലേ ചന്ദ്രശേഖർ? വേണ്ടപ്പെട്ടവർക്ക് അങ്ങനെ അങ്ങ് ആശ്വസിക്കാലോ. എക്സ്ക്യൂസ് മീ. ആ, എന്താ സർ? സാറ അല്ലേ? യെസ്. ഇന്നലെ ഒരു കൊലപാതകം നടന്നിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് അമൃത. നമ്മുടെ നാട്ടിലിപ്പോ കൊലപാതകങ്ങളൊക്കെ സ്ഥിരമാണല്ലോ സർ. കൊല്ലപ്പെട്ട സ്ത്രീ ഗായിക ശ്യാമയുടെ ബന്ധുവാണ്. ഗായിക ശ്യാമയെ കാണാതാവുന്നത് മുതൽ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ. ഓ, വാട്ട് എ ട്രാജഡി. ചന്ദ്രശേഖരൻ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന സ്ത്രീയല്ലേ ശ്യാമ? പിന്നെ അത്രയും പ്രശസ്തയല്ലേ? ശ്യാമ മേഡം ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ അതറിയാനാ വന്നേ. നിങ്ങളിൽ ആരാണ് എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത്? എന്താ മിസ്റ്റർ ചന്ദ്രശേഖരൻ, തനിക്ക് പറ്റുമോ? ഇല്ല സർ, എനിക്കറിയാത്ത കാര്യം ഞാനെങ്ങനെയാ പറയുന്നത്? സാറാ, സാറിന്റെ ചോദ്യത്തിലല്ല സർ, സാറിന്റെ വരവിലാണ് എനിക്ക് അത്ഭുതം. എവിടെയോ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. സാറ് നേരെ വണ്ടിയെടുത്ത് ഇവിടെ എന്റെ മുമ്പിലേക്ക് വരുന്നു. എനിക്കതിന്റെ കാരണം ഒന്ന് മനസ്സിലാക്കി തരാവോ? മനസ്സിലാക്കി തരാം. ഹൂ ഈസ് ബെഞ്ചമിൻ? സാറയുടെ സഹോദരൻ, ചന്ദ്രശേഖരന്റെ ഉറ്റമിത്രം. കറക്റ്റ് അല്ലേ? ബെഞ്ചമിൻ എന്റെ വളരെ അകന്ന ബന്ധത്തിലുള്ള ഒരാളാ. സഹോദരൻ എന്ന് പറയുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. ശ്യാമ മേഡത്തിനെയും അമൃത മേഡത്തിനെയും തട്ടിക്കൊണ്ടുപോയത് ബെഞ്ചമിനാണ്. ഇപ്പോ അമൃത മേഡത്തിനെ കൊന്നതും അതേ ബെഞ്ചമിനാണ്. ബെഞ്ചമിൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇല്ല സർ, ആക്ച്വലി ബെഞ്ചമിനുമായി എനിക്ക് വലിയ കണക്ഷൻ ഒന്നുമില്ല. സാറ് ചോദിച്ചപ്പോ ബന്ധം നിഷേധിക്കാതിരുന്നത് എന്റെ മാന്യത കൊണ്ടാ. സർ, ദേ ബെഞ്ചമിനെ കണിമംഗലത്തിന്റെ ഓഫീസിൽ കൊണ്ടിരുത്തിയത് ഇവരുടെ ഗൂഢാലോചനയാ. ബെഞ്ചമിൻ വഴിയാണ് കണിമംഗലം ഇവർ തകർത്തത്.